ചെമ്പനിപ്പൂ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. ഡെയിലി അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. സുധി പുതിയതായിട്ട് മേടിച്ചു എന്ന് പറയുന്ന ആ ബംഗ്ലാവില് പ്രേതം ഉണ്ടോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഗോസ്റ്റ് ഹണ്ടറെ വരുത്തുന്നുണ്ട്. അദ്ദേഹം വന്നിട്ട് അവിടുത്തെ ഓരോരോ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. കുറച്ചു നേരം പ്രാർത്ഥിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നത് ഇവിടെ പ്രേതം ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈറ്റുകൾ മിന്നി കത്തി കളിക്കൂ എന്നാണ്. അങ്ങനെ അയാൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ ഭയങ്കര ആകാംക്ഷയോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കുന്നതാണ്. എല്ലാവർക്കും ചെറുതായിട്ട് ഭയമൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട്. അതിനിടയ്ക്ക് സച്ചിയാണെന്നുണ്ടെങ്കിൽ ആരും അറിയാതെ പുറത്ത് പോയിട്ട് മെയിൻ സ്വിച്ച് ഓഫ് ആക്കുകയും ഓൺ ആക്കുകയും ചെയ്യാണ്. ലൈറ്റ് കത്തിയും കെട്ടും കളിക്കുന്നത് കാണുമ്പോൾ തന്നെ എല്ലാവരും വിചാരിക്കുന്നത് ആ വീട്ടില് പ്രേതമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ എല്ലാവരും ഭയന്നിങ്ങനെ നിൽക്കുവാണ്. അപ്പോഴും ആ ഗോസ്റ്റ് ഹണ്ടർ ഉണ്ടല്ലോ, അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥനയിൽ തന്നെ ഇങ്ങനെ മുഴുകി നിൽക്കുന്നുണ്ട്. അതിനിടയ്ക്ക് സച്ചി ചോദിക്കുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ സുധി, ഈ വീട്ടില് പ്രേതബാധ ഉള്ളത് കൊണ്ടായിരിക്കും 5 കോടിയുടെ വീട് 3 കോടി രൂപയ്ക്ക് നിനക്ക് തന്നിട്ട് പോയത്. 30 ലക്ഷം രൂപ അഡ്വാൻസ് മേടിച്ചിട്ട് അയാള് നിന്നെ പറ്റിച്ചിട്ട് പോയതാണടാ ടാക്സി വണ്ടിയില്. ഇതെല്ലാം കേൾക്കുമ്പോ സുധിക്കും ആകെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇനിയിപ്പോ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം വേണല്ലോ. ആദ്യം സുധി വിചാരിക്കുന്നത്, ശ്രുതി നമുക്ക് അഡ്വാൻസ് തിരിച്ചു മേടിച്ചിട്ട് ഈ വീട് വേണ്ട എന്നുള്ള കാര്യം അയാളെടുത്ത് പറഞ്ഞാലോ എന്നാണ്. പ്രേതമുള്ളത് കൊണ്ട് തന്നെ ശ്രുതിയും പറയുന്നുണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന്. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ നിൽക്കുന്ന ആ ഗോസ്റ്റ് ഹണ്ടർ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഇതിന് പരിഹാരമായിട്ട് എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്ന്. അതിന് മറുപടിയായിട്ട് അയാളൊന്നും മിണ്ടുന്നില്ല. കാരണം അയാൾ പ്രാർത്ഥനയിൽ ഇങ്ങനെ മുഴുകി നിൽക്കുകയാണ്. എന്നാ ജനലിനുള്ള കൂടെ നോക്കുന്ന സച്ചിയാണെങ്കിൽ, എടാ ഇതിന് ഒരേ ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ, മെയിൻ സ്വിച്ച് ഓഫ് ആക്കി വെച്ചത് ഓൺ ആക്കിയാൽ മാത്രം മതി. അപ്പൊ ഇത് നിന്റെ പണിയായിരുന്നടാ എന്നുള്ള കാര്യം സച്ചിയുടെ അടുത്ത് സുധി ചോദിക്കുന്നുണ്ടേ. സച്ചി പുറത്തിറങ്ങിയത് ചുമ്മാ എല്ലാവരും ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു പണി ഒപ്പിച്ചാന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവുകയാണ്. അത് കഴിഞ്ഞ് സച്ചി ഉള്ളിലേക്ക് വരുമ്പോ തന്നെ ശ്രുതി ചോദിക്കുന്നുണ്ട്, നീ എന്താ ആളെ പേടിപ്പിക്കുകയാണോ സച്ചി? പുതിയ വീട് മേടിക്കുന്ന സമയത്ത് ആ വീട്ടിൽ പ്രേതബാധ ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുന്നതൊക്കെ സാധാരണയായിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. നീ എന്തിനാ ഇതിനകത്തൊക്കെ കയറിങ്ങാണ്ട് വെറുതെ അലമ്പുണ്ടാക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഗോസ്റ്റ് ഹണ്ടർ ഉണ്ടല്ലോ, അയാളെ കണ്ണു തുറക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാവരോടുമായിട്ട് പറയുന്നത് ഈ വീട്ടില് പ്രേതബാധകൾ ഒന്നുമില്ല എന്നാണ്. അത് കേട്ടിട്ട് എല്ലാവർക്കും ആശ്വാസമാവുന്നുണ്ട്. ഉടനെ തന്നെ സച്ചി തനിക്കൊരു ഡൗട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, ഈ ഗോസ്റ്റ് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ കള്ളങ്ങൾ പറയുന്ന ആൾക്കാരെയും അതുപോലെ തന്നെ കള്ളത്തരങ്ങൾ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഗോസ്റ്റ് എന്താണ് ചെയ്യാന്നുള്ള കാര്യമാണ് സച്ചിയുടെ സംശയം. ഈ സംശയം കേട്ട ഉടനെ തന്നെ നമ്മുടെ ശ്രുതിക്കും അതുപോലെ ശ്രുതിക്കും ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. സച്ചി ചുമ്മാ രണ്ടുപേരെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കള്ളത്തരങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ പ്രേതത്തിന് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അവരുടെ നെഞ്ചത്ത് കയറിയിട്ട് ഡാൻസ് കളിക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഓ അങ്ങനെയാണല്ലേ ചെയ്യാ, ശരി ശരി എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോഴേക്കും ആനന്ദ് പറയുന്നുണ്ട്, ബ്രോ ഒരു കാര്യം ചെയ്യേ, അവരെ സെറ്റിൽ ചെയ്തു ഇടുക എന്നുള്ള കാര്യം. അങ്ങനെ അവരുടെ പേയ്മെന്റ് ചോദിക്കുന്ന സമയത്ത് 13,000 രൂപയാണെന്ന് പറയാണ് കേട്ടോ. 13,000 രൂപ എന്നുള്ള കാര്യം കേട്ട ഉടനെ കുറച്ചു നേരം വന്നിട്ട് ലൈറ്റും അതും ഇതൊക്കെ ആക്കിയിട്ട് ഓരോരോ കാര്യങ്ങളാണല്ലോ അവർ ചെയ്തത്. അതിന് 13,000 രൂപയോ എന്നുള്ള കാര്യം സച്ചി വന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഒന്ന് കുറച്ചു നേരം മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് ഓടിച്ചു വിടുന്നുണ്ട് സുധി. അപ്പോഴേക്കും രേവതിയും പിടിച്ചോണ്ട് പോകുന്നുണ്ട് സച്ചിയെ. അതിനുശേഷം സുധി തന്നെ ചോദിക്കുന്നുണ്ട് ഗോസ്റ്റ് ഹണ്ടർ അടുത്ത്, ഇവിടെ പ്രേതബാധ ഒന്നുമില്ല എന്നുള്ള കാര്യം മനസ്സിലായില്ലേ, അതുകൊണ്ട് ഫീസ് കുറച്ച് തന്നൂടെ എന്ന്. ഇത് കേട്ട അദ്ദേഹം ആണെന്നുണ്ടെങ്കിൽ, നീ ഡോക്ടറെ അടുത്ത് പോയിട്ട് ചെക്കപ്പ് എല്ലാം ചെയ്തതിന് ശേഷം നിനക്ക് ഒരു അസുഖവും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഡോക്ടർ നിനക്ക് ഫീസ് കുറച്ച് തരുമെന്ന് ചോദിക്കുവാണേ. അവരുടെ മറുപടി കേൾക്കുമ്പോൾ സച്ചിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. സൂപ്പർ മറുപടി എന്നുള്ള കാര്യം പറയുന്നുണ്ട്. എങ്കിലും 10,000 കുറച്ച് കൂടുതലല്ലേ സാറെന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട് സുധി. പ്രേതബാധ ഇല്ലാത്തത് കൊണ്ടല്ലേ നിനക്ക് പണം തരാൻ വേണ്ടിയിട്ട് മടി? അങ്ങനെയാണെങ്കിൽ ആത്മാവിനെ ഇന്ന് വിളിച്ചു വരുത്തിയിട്ട് നാളെ ഒരു ദിവസം ഇവിടെ ആത്മാവിനെ നിർത്തിയിട്ട് ഞാൻ അതിനുശേഷം ഇങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കുവാണേ. അത് കേൾക്കുമ്പോഴേക്കും സുധി വേഗം പൈസ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയും ശ്രുതിയും പറയുന്നത് കേൾക്കുമ്പോൾ ഇപ്പൊ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചേക്കാന്ന് പറഞ്ഞിട്ട് സുധി പേയ്മെന്റ് സെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അയാൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് വർഷയാണെങ്കിൽ ഓടി അദ്ദേഹത്തിനടുത്തേക്ക് ചെല്ലുന്നുണ്ട്. നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ആത്മാവ് വരുന്നുണ്ടെങ്കിൽ ഒരു തവണ ഒന്ന് വിളിക്കോ, എനിക്ക് ആത്മാവിന്റെ കൂടെ ഒന്ന് സെൽഫി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രീകാന്ത് ആണെങ്കിൽ ആത്മാവ് എന്താ വല്ല സെലിബ്രിറ്റി ആണോ, നീ ഒന്ന് ചുമ്മാതിരിക്കും വർഷേ, നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവരവിടുന്ന് പറഞ്ഞു വിടുവാണ്. 13,000 രൂപ പോയതിന്റെ വിഷമത്തിൽ നിൽക്കുവാണ് കേട്ടോ നമ്മുടെ സുധി. അച്ഛാ ഇവിടെ പ്രേതം ഓടിക്കുന്ന ആൾക്കാരൊക്കെ വന്നു, ആർക്കും വിശപ്പ് ഇതുവരെ വന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് സച്ചി. ആ അത് ശരിയാണ്, രേവതി ഭക്ഷണം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും വർഷയാണെങ്കിൽ, ആന്റി ഇത് നമ്മുടെ വീടല്ല, അത് മറ്റൊന്നും കൊണ്ടല്ല വർഷേ, അടുക്കള ഭക്ഷണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അമ്മയുടെ മനസ്സിലേക്ക് വരുമ്പോഴാണ് രേവതിയുടെ ഓർമ്മ അമ്മയ്ക്ക് വരുന്നത്. സച്ചി ഭക്ഷണം മേടിച്ചിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ചന്ദ്ര ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്തിനാണ് ഭക്ഷണം മേടിക്കുന്നത്, സാധനങ്ങളെല്ലാം മേടിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഉണ്ടാക്കിയാ പോരെ എന്ന്. ആരാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്? അത് സച്ചിയേട്ടാ ഞാൻ ഉണ്ടാക്കിക്കൊള്ളല്ലോ, നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടല്ലേ, ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയാണ്.
നീ അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്ത് നിന്നെ എല്ലാവരും കൂടി ചേർന്നിട്ട് രേവതി അടിമയാക്കും. നീ റെസ്റ്റ് എടുത്തോ ഇന്ന്, ഞാൻ പോയിട്ട് ഭക്ഷണം മേടിച്ചോണ്ട് വരാ എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് പോവുകയാണേ. കുറച്ച് സമയത്തിനകം തന്നെ സുധി ലോണിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ബാങ്കിലെ മാനേജറും അതുപോലെ തന്നെ മറ്റൊരാളും കൂടി ചേർന്നിട്ട് വീടിന്റെ അവിടേക്ക് വരുന്നുണ്ട്. വീടും കാര്യങ്ങളൊക്കെ നോക്കണല്ലോ, എത്ര എമൗണ്ട് ഇവർക്ക് സാങ്ഷൻ ആവോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയാനൊക്കെ വേണ്ടിയിട്ട് സുധി പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ അവർ അങ്ങോട്ടേക്ക് വരുന്നത്. വന്ന ഉടനെ തന്നെ അവര് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവര് ബാങ്കിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ശ്രീകാന്ത് ഇതൊക്കെ കണ്ടിട്ട് വർഷയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടേ, നിനക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ? അല്ല, മറ്റൊന്നും കൊണ്ടല്ല, സുധിയേട്ടൻ ഷോറൂം ആരംഭിച്ചു, ഇപ്പോ വീട് വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നു, എന്നെ കൊണ്ട് ഒന്നും പറ്റില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണേ. ഇത് കേട്ട വർഷയാണെങ്കിൽ ശ്രീകാന്തിന്റെ അടുത്ത് പറയുന്നത്, വെറുതെ ഇഡിയറ്റിനെ പോലെ സംസാരിക്കരുത്, നിന്റെ ടാലന്റിനെ കുറിച്ചിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം, നമ്മള് അധികം വൈകാതെ തന്നെ റെസ്റ്റോറന്റ് സ്വന്തമായിട്ട് ഓപ്പൺ ചെയ്യും. അപ്പോ വീടോ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോ, നമ്മുടെ വീട്ടില് രേവതി ചേച്ചിയുടെയും അങ്കിളിന്റെയും ഒക്കെ ഒപ്പം എല്ലാവരും ഒന്നിച്ചിരിക്കുന്നതിനാണ് എനിക്ക് താല്പര്യം, അതുകൊണ്ട് നീ വീടിനെ കുറിച്ച് ചിന്തിക്കേ വേണ്ട. വർഷ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ശ്രീകാന്തിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്, താങ്ക്സും പറയുന്നുണ്ട് കേട്ടോ. അതേസമയം ബാങ്കില് അവര് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം സുധിയുടെ ഷോറൂമിന്റെയും അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടിന്റെയും എല്ലാം കൂടി വാല്യൂ വെച്ചിട്ട് അവരൊരു 2 crores വരെ ലോൺ തരാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള കാര്യം പറയാണേ. ഇത് കേട്ട ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ, കണ്ടില്ലേ 2 കോടി രൂപ അവർ തരാന്നുള്ള കാര്യം പറഞ്ഞെന്ന് വലിയ കാര്യത്തിൽ പറയുന്നുണ്ട്. പക്ഷെ 2,70,00,000 രൂപയാണ് ബാങ്കിൽ ലോൺ നമ്മുടെ സുധി ചോദിച്ചത്. എങ്കിൽ മാത്രമാണല്ലോ ആ പ്രോപ്പർട്ടി മേടിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അത് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നുള്ള കാര്യം ഒന്നുകൂടി നോക്കാൻ വേണ്ടിയിട്ട് സുധി പറയുന്നുണ്ട്. പക്ഷെ പറ്റില്ല, 2 crores മാത്രമേ തരാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് ബാങ്ക് മാനേജർ വീണ്ടും പറയുകയാണ്. അതിനിടയ്ക്ക് രവിയും ചോദിക്കുന്നുണ്ട്, സർ ഒന്നെങ്കിൽ 2.5 കോടിയെങ്കിലും നിങ്ങൾക്ക് തന്നൂടെ എന്നുള്ള കാര്യം. ഇല്ല സർ, മറ്റൊന്നും കൊണ്ടല്ല, അതിനുള്ള വാല്യൂ മാത്രമേ ഉള്ളൂ. 2 കോടി രൂപ എന്തായാലും സുധി നിങ്ങൾക്ക് അപ്രൂവ് ആകും. ഞാൻ നിങ്ങളുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ മെയിൻ ബ്രാഞ്ചിലേക്ക് അയക്കാം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ സാർ എന്ന് പറഞ്ഞിട്ട് ബാങ്കിലെ മാനേജറും അവരും പോകുന്ന സമയത്ത് സുധിയും ശ്രുതിയും അവരുടെ പുറകെ പോകുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ ഇരുന്നോർത്തുനിന്ന് ഓടി വന്നിട്ട് രവിയുടെ അടുത്ത് പറയുന്നുണ്ട്, എന്റെ മകനെ വിശ്വസിച്ചുകൊണ്ട് അവര് 2 കോടി രൂപ ലോൺ കൊടുക്കാന്നുള്ള കാര്യം പറഞ്ഞു. അത്രയ്ക്കും അവൻ വളർന്നു കഴിഞ്ഞു എന്നൊക്കെ ചന്ദ്ര പറയുകയാണേ. ഇപ്പോഴത്തെ കാലത്ത് ഒരാള് എത്ര രൂപ കടം കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം നോക്കിയിട്ടാണ് അവരുടെ സ്റ്റാറ്റസ് എന്താന്നുള്ള കാര്യം നിശ്ചയിക്കുന്നുള്ള കാര്യമാണ് തോന്നുന്നതെന്ന് ചന്ദ്രയുടെ സംസാരം കേൾക്കുമ്പോൾ രവി പറയുന്നുണ്ട്. അത് കേട്ട ശ്രീകാന്ത്, അച്ഛ ഇപ്പോഴത്തെ കാലത്ത് കോടികളൊക്കെ ലോൺ വാങ്ങിയിട്ട് ഓരോരുത്തർ അടയ്ക്കാൻ പറ്റാതെ നാട് വിട്ട് പോവുക ചെയ്യുന്നത്. പക്ഷേ സത്യസന്ധരായിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ചിന്തിക്കും. എടാ, അവരെന്തായാലും സുധിക്ക് ലോൺ കൊടുക്കാന്നുള്ള കാര്യം പറഞ്ഞില്ലേ, അതാണ് അവന്റെ കഴിവെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രൻ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ വർഷ പറയുന്നത്, ലോൺ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ പിന്നാലെ നടക്കണം. പക്ഷെ ലോൺ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ആന്റി, അവര് പിന്നെ നമ്മുടെ പിന്നിൽ നിന്ന് ഒഴിയത്തേയില്ല. വർഷയുടെ വാക്കുകൾ കേട്ട് ചന്ദ്രയാണെങ്കിൽ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. അതൊക്കെ എന്റെ മകൻ കറക്റ്റ് ആയിട്ട് അടച്ചോളൂ എന്ന് പറയാണേ. ബാങ്കിലെ മാനേജറൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ സുധിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, 2 crores അവർ തരാന്നുള്ള കാര്യം പറഞ്ഞു, ബാക്കി 70 lakhs നമ്മൾ എന്ത് ചെയ്യുമെന്ന് എനിക്ക് ഒരു ഐഡിയ തോന്നുന്നുണ്ട്. എന്ത് ഐഡിയ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ, കാര്യം എന്താണെന്നുള്ള കാര്യം ഞാൻ ഉള്ളെന്ന് പറയാന്ന് പറഞ്ഞിട്ട് ശ്രുതിയും കൂട്ടിയിട്ട് ഉള്ളിലേക്ക് കയറി വരുവാണ് കേട്ടോ. അപ്പോഴേക്കും സച്ചി ഫുഡൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഭക്ഷണം ഞാൻ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്, കഴിക്കാൻ സമയമായോ എല്ലാവർക്കും? ഇനി പ്രേതത്തിന് ഓടിക്കുന്നത് പോലെ വേറെ ആരെങ്കിലും ഒക്കെ ഇങ്ങോട്ട് കയറി വരാനുണ്ടോ എന്ന് ചോദിക്കുകയാണേ. ചേട്ടാ, ഇപ്പോഴാണ് ബാങ്കിൽ നിന്ന് മാനേജർ വന്നിട്ട് പോയത്. സുധിയേട്ടന് 2 കോടി രൂപ ലോൺ കൊടുക്കുക എന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് അവര് പോയത്. ഓൾറെഡി അവൻ 50 ലക്ഷം രൂപ എടുത്തോണ്ട് ഓടിപ്പോയവനാണ്. ഈ 2 കോടി മേടിച്ചിട്ട് അവൻ ഓടിപ്പോകാണ്ട് മര്യാദയ്ക്ക് അടച്ചാൽ കൊള്ളാന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കിയുള്ളവരും കൂട്ടിയിട്ട് ശ്രീകാന്തിന്റെ അടുത്ത് വരാൻ വേണ്ടി പറഞ്ഞിട്ട് സച്ചി ഫുഡൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം സുധിക്ക് അച്ഛനോട് സ്വതന്ത്രമായിട്ട് തനിയെ സംസാരിക്കണം, ബാക്കിയുള്ളവരുടെ അടുത്തും പുറത്തു പോകാൻ വേണ്ടിയിട്ട് സുധി ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇത് കേട്ട രവിയാണെങ്കിൽ, അവരൊക്കെ ഇവിടെ തന്നെ ഇരിക്കട്ടെ, ഇത് നമ്മുടെ കുടുംബമല്ലേ, അതുകൊണ്ട് അവരുടെ മുമ്പിൽ വെച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. സുധിക്കാണെങ്കിൽ ഇങ്ങനെ സച്ചി അവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ കാര്യത്തെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട് മടിയുണ്ട്. അങ്ങനെ മടിച്ചു നിൽക്കുന്ന സുധിയുടെ അടുത്ത് കാര്യം എന്താന്ന് രവി ഒന്നുകൂടി ചോദിക്കുന്നുണ്ട്. മറ്റൊന്നും അല്ല അച്ഛാ, അച്ഛനും കേട്ടിട്ടുണ്ടാവുമല്ലോ മാനേജർ പറഞ്ഞിട്ട് പോയത് 2 കോടി രൂപ മാത്രമേ ലോൺ കിട്ടുള്ളൂ എന്നുള്ള കാര്യമാണ് അവര് പറഞ്ഞത്. ബാക്കി 70 ലക്ഷം ആവശ്യമുണ്ട്. അതിന്റെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാലോ. ഇനി നീ അതിനു വേണ്ടിട്ട് എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? അത് ഞാൻ അച്ഛൻ്റെ അടുത്ത് ചോദിക്കാന്ന് വിചാരിച്ചിട്ടാണ്. സുധി, നീ അറിഞ്ഞുകൊണ്ട് സംസാരിക്കാണോ അതോ അറിയാത്തതുപോലെ സംസാരിക്കാണോ? എന്റെ അടുത്ത് എവിടെയാണ് അത്രയും പണം? അതച്ഛാ മറ്റൊന്നുമല്ല, അച്ഛനെ ഇപ്പൊ തരേണ്ട 50 ലക്ഷം രൂപ തന്നെ അവനിപ്പോ തന്ന് തീർത്തിട്ടില്ല. അതിന്റെ പുറമെയാണ് അവൻ 70 ലക്ഷം കൂടി ചോദിക്കുന്നത്. അവൻ ആരുടെന്നെങ്കിലും എടുത്തോണ്ട് പോകുന്നത് പോലെ അച്ഛൻ ആരുടെന്നെങ്കിലും എടുത്തോണ്ട് വരുന്ന വിചാരിച്ചിട്ടായിരിക്കും അവൻ ചോദിക്കുന്നുണ്ടാവുക. ഇത് കേട്ട് സുധിയാണെന്നുണ്ടെങ്കിൽ, ഞാൻ അച്ഛൻ്റെ അടുത്താ സംസാരിക്കുന്നത്, നീ വെറുതെ കുറുകെ സംസാരിക്കരുത്. ഓക്കെ, നീ സംസാരിച്ചോ എന്ന് സച്ചിയും. അച്ഛാ, നമ്മുടെ കുടുംബ സ്വത്തില് എനിക്ക് ഷെയർ ഉണ്ടല്ലോ, അത് അച്ഛൻ തരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വീട് വാങ്ങാം. തന്നെ സ്വത്തൊന്ന് ചോദിക്കാണ്ട് രവി, അച്ഛാ നമ്മുടെ വീടുണ്ടല്ലോ, അത് വീട് വിറ്റിട്ട് എന്റെ ഷെയർ തന്നാൽ മാത്രം മതി. സുധീട്ടൻ എന്തൊക്കെയായി ചോദിക്കുന്നത്? വീട് വിൽക്കാൻ വേണ്ടി പറയാണോ? എടാ, വീട് വിറ്റ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ കിട്ടുമല്ലോ എന്ന് സുധി. അതിന് ഞങ്ങളാരും ഷെയർ ചോദിച്ചിട്ടില്ലല്ലോ സുധിയേട്ടാ.
അച്ഛാ ആ വീട് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ ഷെയർ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഈ വീട് വാങ്ങാൻ വേണ്ടി പറ്റുമോ? എടാ സുധി, കൂട്ടുകുടുംബമായിട്ട് നിൽക്കുന്ന ഒരു വീട്ടില് നീ ഒരു വീട് വാങ്ങാൻ വേണ്ടി പോവാന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും ആ വീട് വിൽക്കുവോ? അച്ഛാ വീട് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ഈക്വൽ ആയിട്ട് കിട്ടുമല്ലോ. ശ്രീകാന്തിന് സ്വന്തമായിട്ട് റെസ്റ്റോറന്റ് ആരംഭിക്കാം, അതുപോലെ സച്ചിക്ക് ട്രാവൽസ് ആരംഭിക്കാം. സുധിയുടെ പ്ലാന് കേൾക്കുമ്പോ എന്റെ പൊന്നു സുധി, നിനക്കെന്താടാ പുതിയതായിട്ട് ഞങ്ങളോട് സ്നേഹമൊക്കെ? ഇത് കേട്ട ശ്രീകാന്ത് പറയുന്നുണ്ട്, അത് സുധിയേട്ടന് ഇപ്പൊ ആവശ്യമുണ്ടല്ലോ അതുകൊണ്ടാണ്. അതിനിടയ്ക്ക് രേവതിയും പറയുന്നുണ്ട്, എന്റെ ഭർത്താവ് മുന്നേറാൻ വേണ്ടിയിട്ട് ഈ സ്വത്തിലെ പാർട്ടീഷൻ കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല, അവര് സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് മുന്നേറിക്കോളും. രേവതി പറഞ്ഞത് കേൾക്കുമ്പോൾ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ, രേവതി ഞങ്ങളും ഹാർഡ് വർക്ക് തന്നെയാണ് ഈ വീട് വാങ്ങുന്നത്, അങ്ങനെയാണെങ്കിൽ പൗഡർ എടുത്തി എന്തിനാണ് അച്ഛൻ്റെ അടുത്ത് കാശ് ചോദിക്കുന്നത് സച്ചി ചോദിക്കുന്നുണ്ട്. വീടൊന്നും ഒരിക്കലും വിൽക്കാൻ വേണ്ടി പറ്റില്ല സുധി എന്ന് സച്ചി അറുത്ത് മുറിച്ച് പറയുവാണേ. അത് നീ പറയണ്ട, അച്ഛനാണ് പറയേണ്ടത്. അച്ഛ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ, എടാ ആ വീട് ചന്ദ്രയുടെ അച്ഛൻ അവൾക്ക് വേണ്ടിയിട്ട് കൊടുത്തതാണ്. നിന്റെ അമ്മ അതൊരിക്കലും വിറ്റ് കളയരുതെന്ന് വിചാരിച്ചിട്ടാണ് നിന്റെ അച്ഛൻ എന്റെ പേരും കൂടി ചേർത്തിട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. എനിക്ക് ഇവളെ കല്യാണം കഴിച്ച് തരുന്ന സമയത്ത് പെണ്ണിനെയും അതുപോലെ തന്നെ ഈ വീടും നന്നായിട്ട് നോക്കണം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എന്റെ കാലം കഴിയുന്നത് വരെ ഈ വീട് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അച്ഛ എനിക്ക് 70 ലക്ഷം രൂപ കിട്ടിയാൽ മാത്രമല്ലേ ഈ വീട് വാങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. എടാ നീ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ആ വീട് വിൽക്കാൻ വേണ്ടിയിട്ട് തീരുമാനം എടുക്കേണ്ടത് ഞാനല്ല, ചന്ദ്രയും കൂടി ചേർന്നിട്ടാണ്. എപ്പോഴും നിനക്ക് വേണ്ടിയിട്ട് മുൻനിരയിൽ നിന്ന് സംസാരിക്കുന്ന അവള് മിണ്ടാതിരിക്കുന്നത് നീ കണ്ടില്ലേ? അപ്പോഴാണ് സുധിയും ശ്രുതിയും ചന്ദ്ര ഇങ്ങനെ തലയും കുനിച്ച് നിൽക്കുന്നത് കാണുന്നത്. അമ്മ എന്താ അമ്മേ ഒന്നും മിണ്ടാത്തെന്ന് ശ്രുതി ചോദിക്കുമ്പോഴും ചന്ദ്ര ഒന്നും മിണ്ടാതെ തലയും കുനിച്ചിങ്ങനെ നിൽക്കുവാണ്. അതിനിടയ്ക്ക് സച്ചി ചോദിക്കുന്നുണ്ട്, എടാ ഇതിന് വേണ്ടിയിട്ടാണോടാ നീ ഞങ്ങളെല്ലാരും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്? നീയൊക്കെ ഒരു മകനാണോ? സ്വന്തം അച്ഛൻ്റെ അടുത്ത് സ്വത്ത് പിരിച്ചു വരാൻ വേണ്ടിയിട്ട് പറയുന്നു. എന്നാണെന്നുണ്ടെങ്കിലും ഷെയർ കിട്ടിയല്ലേ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. സുധിയേട്ടന് വീട് വാങ്ങുന്നതിന് ആ വീട് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളൊക്കെ എവിടെ പോകും? ആ വീട് വിൽക്കാതെ നിനക്ക് ഈ വീട് വാങ്ങാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ നീ ഈ വീട് മേടിച്ചോ, അല്ലാതെ ഓൾറെഡി ഉള്ള വീട് വിറ്റിട്ട് അച്ഛനും അമ്മയും പിന്നെ എങ്ങോട്ടാണ് ഇവിടെ പോകുന്നത്? അതും നിന്റെ വീട്ടിലാണോ അവർ താങ്ങേണ്ടത്? 4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ 5-ാം ദിവസം നീ പറയും, അച്ഛ പോയിട്ട് പാല് മേടിച്ചിട്ട് വാ, അച്ഛ പോയിട്ട് അത് ചെയ്യേ ഇത് ചെയ്യേ. അച്ഛ ഇപ്പോഴത്തെ കാലത്ത് അച്ഛനമ്മമാരെ എല്ലാ മക്കളും നോക്കുമെന്ന് വിചാരിക്കരുത്. ഇപ്പോഴത്തെ കാലത്ത് മെയിൻ ആയിട്ട് അവരെ കൊണ്ട് ആവശ്യം വീട്ടുകൾ ജോലിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛനും അമ്മയും അവര് വീട്ടിൽ താമസിപ്പിക്കുന്നത്. ഇവനും നിങ്ങളെ അങ്ങനെ തന്നെ മാറ്റിയെടുക്കും. അതിനിടയ്ക്ക് രേവതി പറയുന്നുണ്ട്, അച്ഛനും അമ്മയും നിങ്ങളുടെ പേരിലുള്ള വീട്ടിൽ നിന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു അന്തസ്സും ഗൗരവവും ഒക്കെ ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം. അതിനിടയ്ക്ക് രേവതി സംസാരിക്കുകയാണല്ലോ, ശ്രുതിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഞാൻ എന്റെ അച്ഛനടുത്ത് സംസാരിക്കാൻ അതിലിടയിൽ കയറി സംസാരിക്കാൻ നീ ആരാന്ന് ചോദിക്കുകയാണേ. കേട്ട ഉടനെ തന്നെ സച്ചിയാണെങ്കിൽ, അവള് രവീന്ദ്രന്റെ മരുമകളാണ്, അവൾക്കും ഇതിനിടയിൽ കയറി സംസാരിക്കാനുള്ള അവകാശമുണ്ട്. നിങ്ങൾക്കൊക്കെ അസൂയാണടാ എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, ചുമ്മാ ലൂസ് പോലെ സംസാരിക്കില്ല സുധിയേട്ടാ. സുധിയേട്ടന് പുതിയ വീട് വാങ്ങാൻ വേണ്ടിയിട്ട് ഉള്ള വീട് വിൽക്കാൻ വേണ്ടി പറയുന്നില്ലേ? അങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കാണ് ദേഷ്യം വരാത്തത്? ഇവന് ഞാൻ പുതിയ വീട് വാങ്ങാൻ വേണ്ടി പോവാണല്ലോ, അതുകൊണ്ട് അസൂയാണ്, അതുകൊണ്ടാണ് ഇതിനൊക്കെ തടസ്സം നിൽക്കുന്നതെന്ന് സച്ചിയുടെ മൊത്തത്തേക്ക് ശ്രുതി പറയുമ്പോ, പിന്നെ നീ വലിയ മണിമാളികയല്ലേ മേടിക്കാൻ വേണ്ടി പോകുന്നത് അസൂയപ്പെടാൻ വേണ്ടിയിട്ട്? വെറുതെ സ്വത്ത് പിരിക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയെ ഭീഷണിപ്പെടുത്തുന്ന രീതി സംസാരിക്കുമ്പോ, സച്ചി നിന്റെ പ്രശ്നം എന്താണ്? നീ മാത്രമാണോ അച്ഛന്റെ മകൻ? നിന്നെ പോലെ തന്നെ ശ്രുതിക്കും ആ കാര്യങ്ങളൊക്കെ സംസാരിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് പറയാണേ. നിന്റെ ഹസ്ബൻഡിനുള്ള അതേ അവകാശം തന്നെ മറ്റവർക്ക് 2 പേർക്കുണ്ട്, അതുകൊണ്ട് അവര് സംസാരിക്കുന്ന രേവതി. എടാ വീട് വിൽക്കാൻ വേണ്ടി പറ്റില്ല, വെറുതെ അതിനെക്കുറിച്ച് സംസാരിക്കണ്ടെന്ന് പറഞ്ഞ് സച്ചി അങ്ങ് പോകുമ്പോ, എന്താടാ ആ വീട് മൊത്തമായിട്ട് നിനക്ക് വിഴുങ്ങാൻ വേണ്ടിയിട്ടാണോ എന്ന് ശ്രുതി ചോദിക്കുവാണേ. ഉടനെ തന്നെ ഷർട്ടിന്റെ കോളറിൽ കയറി പിടിക്കുന്നുണ്ട് സച്ചി. നീയും നിന്റെ ഭാര്യയും മാത്രം ആ വീട്ടിൽ നിൽക്കണം എന്നല്ല ആഗ്രഹം? അച്ഛ നിങ്ങളെ കൊണ്ട് അവന് ഒറ്റയ്ക്ക് ജോലി എടുപ്പിക്കണം എന്നുള്ള ആഗ്രഹമാണെന്നൊക്കെ പറയുന്നുണ്ട്. ആർക്കാടാ എന്റെ അച്ഛനെ കൊണ്ട് ജോലി എടുപ്പിക്കണം എന്ന് ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് സച്ചി വീണ്ടും ശ്രുതി അടിക്കാൻ വേണ്ടി പോവാണേ. 2 പേരും കൂടി അടി ഉണ്ടാക്കുമ്പോഴേക്ക് രവി നിർത്തല എന്ന് പറഞ്ഞിട്ട് 2 പേരും 2 ഭാഗത്തേക്ക് മാറ്റി നിർത്തുന്നുണ്ട്. എന്തിനാണ് നിങ്ങൾ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്? ശ്രുതി നീ ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ അതില് അവർക്ക് 2 പേർക്കും താല്പര്യമില്ല. എന്തിന് നിന്റെ അമ്മ പോലും മിണ്ടാതിരിക്കുന്നത് നീ കാണുന്നില്ലേ? അത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ചന്ദ്ര ശ്രുതിക്ക് അരികിലേക്ക് ചെന്ന് പറയുന്നത്, എടാ എനിക്കെന്ന് വെച്ചിട്ട് ആ വീട് മാത്രമേ ഉള്ളൂ, അമ്മ ഇതും അമ്മയുടെ വീടാണ്. അതിനിടയ്ക്ക് വർഷ ചോദിക്കുന്നുണ്ട്, ഈ വീട് നിങ്ങൾ വാങ്ങിയാലും റെന്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാന്നല്ലേ പറയുന്നത്? അങ്കിളാണെങ്കിൽ നമ്മൾ എല്ലാവരും ഒരു വീട്ടിൽ നിൽക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ആ വീട് വിറ്റിട്ട് ഇത് റെന്റിന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ എവിടെ പോകുന്നു ചോദിക്കുകയാണേ. അതിന് വർഷേ ആദ്യം നമ്മൾ ഈ വീട് വാങ്ങണമല്ലോ. അച്ഛ ഇവന് പാത്രക്കട തുടങ്ങാൻ വേണ്ടിയിട്ട് ഇവളുടെ അച്ഛനല്ലേ പൈസ അയച്ചു കൊടുത്തത്, ഈ വീട് വാങ്ങാൻ വേണ്ടിയിട്ടും ഇവളുടെ അച്ഛൻ്റെ അടുത്ത് പൈസ കൊടുക്കാൻ വേണ്ടി പറയുന്നത് സച്ചി അതിന്റെ ഇടയിൽ കയറിയിട്ട് പറയുന്നുണ്ട്. അത് കേട്ടോട് കൂടിയിട്ട് ശ്രുതി ഓഫായി പോകുന്നുണ്ട്. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം നേരെ തിരിഞ്ഞ് ശ്രുതിക്ക് അരികിലേക്ക് എത്തുവാണേ. സച്ചി ഒരു കുളത്തിട്ട് കൊടുത്തപ്പോ അത് നല്ലൊരു ഐഡിയ ആയിട്ട് ചന്ദ്രയ്ക്കും തോന്നുന്നുണ്ട്. ചന്ദ്ര ശ്രുതിക്ക് അരികിലേക്ക് ചെന്നിട്ട്, അത് ശരിയാണല്ലോ ശ്രുതി, നീ നിന്റെ അച്ഛനടുത്ത് ചോദിക്കേ. ഇല്ല ആന്റി, അച്ഛനെ ജയിലിലല്ലേ എന്ന് ശ്രുതി ചോദിക്കുമ്പോ, നിന്റെ അച്ഛനല്ലേ ജയിലിലുള്ളൂ, സ്വത്തെല്ലാം പുറത്തല്ലേ ഉള്ളത്? ശ്രുതി ഒരിക്കലും എന്റെ വീട് വിൽക്കാൻ വേണ്ടി പറ്റില്ല, അത് എന്റെ അച്ഛൻ എനിക്ക് വേണ്ടിയിട്ട് തന്നതാണ്. നീ വേണമെന്നുണ്ടെങ്കിൽ നിന്റെ ഇളയച്ചനടുത്ത് ചോദിച്ചു നോക്ക്.
ഇളയച്ചന്റെ അടുത്തോ? ആ ഇളയച്ചന്റെ അടുത്ത് തന്നെ. അതിന് ആന്റി അവരിപ്പോ എവിടെയാണെന്നുള്ള കാര്യം പോലും എനിക്കറിയില്ലെന്ന് ശ്രുതി പറഞ്ഞിട്ട് ഒഴിവ് മാറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും നീ ഒന്ന് ഫോൺ ചെയ്ത് നോക്ക്, അപ്പോ അവര് പൈസ തരുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാലോ. ഒന്ന് സംസാരിച്ച് നോക്ക്, ഫോൺ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും നിർബന്ധിക്കുകയാണേ. ശ്രുതി നീ വിളിക്ക്, കണ്ടില്ലേ അവൻ ഓവറായിട്ട് സംസാരിക്കുന്നത്, നീ വിളിച്ചു നോക്കെന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ നിർബന്ധിക്കുകയാണ്. അങ്ങനെ ശ്രുതി ആകെ പെട്ട അവസ്ഥയിലാവുകയാണേ. അങ്ങനെ എല്ലാവരുടെ നിന്നും കുറച്ച് മാറി നിന്നുകൊണ്ട് ശ്രുതി ലേസിനെ വിളിക്കാന്നുള്ള പേരും പറഞ്ഞിട്ട് നേരെ മീരയാണ് കേട്ടോ വിളിക്കുന്നത്. ഫോൺ എടുത്ത ഉടനെ തന്നെ മീര ചോദിക്കുന്നുണ്ട് എന്താടി പുതിയ വീട്ടിൽ പോയിട്ട് സെറ്റിൽ ആയോ എന്നുള്ള കാര്യം. അതിന്റെ ഇടയ്ക്ക് ശ്രുതി അങ്ങോട്ട് പറയുന്നത് ഇളയച്ച ഞാന് ശ്രുതിയാണ് സംസാരിക്കുന്നത്, അങ്കിൾ ഞാൻ സുഖമായിട്ട് ഇരിക്കുകയാണ്, അങ്കിൾ എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ ചോദിക്കുകയാണേ. ഇത് കേൾക്കുമ്പോൾ തന്നെ മീരയ്ക്ക് കാര്യം മനസ്സിലാവാണ്, എവിടെയോ ലോക്കായിട്ടുണ്ട്. ഇളയച്ചിനെ വിളിക്കാന്നുള്ള പേരും പറഞ്ഞിട്ട് എന്നെ വിളിച്ചതാണല്ലേ. അതേ ഇളയച്ച എന്നുള്ള കാര്യം ശ്രുതി അവിടുന്ന് പറയുമ്പോ മുളക് അരയ്ക്കാൻ വേണ്ടി ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒപ്പിച്ചല്ലേ പറ്റുള്ളൂ, നീ കാര്യം പറ. അങ്കിൾ വീട്ടിലെല്ലാവർക്കും സുഖാണോ എന്ന് ചോദിക്കുമ്പോ നീയുള്ളപ്പോ ആർക്കെങ്കിലും സുഖമായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുമെന്ന് മീര. അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ, അച്ഛന്റെ സുഖല്ലേ, അച്ഛനടുത്ത് ഹെൽത്ത് നോക്കാൻ വേണ്ടി പറയണമെന്നൊക്കെ പറയുമ്പോ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ മുകളിലേക്ക് പോണടി, അധികം വൈകാതെ നീ തന്നെ എന്നെ അങ്ങോട്ട് അയക്കും എന്നുള്ള കാര്യമാണ് തോന്നുന്നൊക്കെ. മീരയ്ക്ക് നല്ല രസമാണല്ലോ, അതിന് നല്ല തക്കതായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട്. കാരണം ശ്രുതിക്ക് ഇപ്പോ ഒന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. ഉറപ്പായിട്ടും അങ്ങനെ നടക്കാനുള്ള സാധ്യതയുണ്ട്. മിക്കവാറും ഞാൻ തന്നെയായിരിക്കും അത് ചെയ്യുക എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോ എടി പാവി നീ വേണമെങ്കിൽ അതും ചെയ്യും. അതേ അങ്കിൾ ഗുഡ് ന്യൂസ് ഒക്കെ തന്നെയാണ്. ശ്രുതി പുതിയൊരു വീട് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അതില് ഒരു 70 ലക്ഷം രൂപയുടെ ഷോർട്ടേജ് ഉണ്ട്. 70 ലക്ഷം ഒന്നും ആ കറിക്കാരൻ ബീരാന് തരാൻ വേണ്ടിയിട്ട് പറ്റില്ല, പക്ഷെ 70 കിലോ ഇറച്ചി വേണമെങ്കിൽ തരാൻ വേണ്ടിയിട്ട് പറ്റും. അച്ഛൻ്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ എടി ഇത് കുറച്ച് ഓവറാണ് കേട്ടോ, അധികം വൈകാതെ തന്നെ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നിനക്ക് ഒരു ദിവസം അവർ തരും, അത് എനിക്കും അറിയാന്നുള്ള കാര്യം ശ്രുതി അതിന് മറുപടി കൊടുക്കുന്നുണ്ടേ. അറിഞ്ഞിട്ടാണോ നീ ഇതൊക്കെ ചെയ്യുന്നത്, നീ വാങ്ങാൻ വേണ്ടി പോകുന്ന അടിയിലുണ്ടല്ലോ പാതി എനിക്കും കിട്ടും, വേറെ വഴിയൊന്നുമില്ല ഇളയച്ച എന്നുള്ള കാര്യം ചോദിക്കുമ്പോ എന്താടി നിന്റെ ഇളയച്ചന്റെ അടുത്ത് പൈസ മേടിക്കാൻ വേണ്ടിയിട്ട് നിന്റെ അമ്മായിമ്മ പറഞ്ഞോന്ന് ചോദിക്കാൻ കേട്ടോ മീര. കറക്റ്റ് എന്ന് ശ്രുതി പറയുമ്പോ നിന്റെ അമ്മായിമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേടി, എപ്പൊ നോക്കിക്കഴിഞ്ഞാലും പണം പണം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ, അക്കൗണ്ട് ഫ്രീസ് ആയി എന്നുള്ള കാര്യത്തെ കുറിച്ചല്ലേ പറഞ്ഞത്, കാശ് ഇല്ല എന്നുള്ള കാര്യം അങ്ങ് പറഞ്ഞേക്കുന്ന മീര പറയാണേ. ഫോണിൽ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ ശ്രുതിയുടെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീഴാണ്. രേവതിയാണ് വേഗം പോയിട്ട് ആ ഫോൺ എടുക്കാൻ വേണ്ടി നോക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുക, കാരണം മീരയാണല്ലോ വിളിച്ചിരിക്കുന്നത്, അതിനകത്ത് മീരാന്ന് കണ്ടു കഴിഞ്ഞാൽ കാര്യം പൊളിയുമല്ലോ. പക്ഷെ രേവതി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ശ്രുതി ആകെ ടെൻഷൻ അടിച്ച് എന്തോ പോലെ ആവുന്നുണ്ട്. എന്ത് പറ്റി ശ്രുതി, നീ എന്താ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്നൊക്കെ രേവതി ചോദിക്കുമ്പോ ഒന്നുമില്ല, എന്റെ കയ്യിൽ നിന്ന് അറിയാതെ സ്ലിപ്പായി പോയതാണ്, അങ്കിൾ കേൾക്കുന്നുണ്ടോന്ന് വെച്ചിട്ട് വീണ്ടും ഫോണിൽ സംസാരിക്കുകയാണ്. അപ്പോ വേറെ വഴിയില്ലേ അങ്കിൾ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ നിന്റെ പ്രശ്നങ്ങൾക്ക്. ഒരു കാര്യം ചെയ്യ്, നീ എല്ലാ സത്യങ്ങളും പറഞ്ഞിട്ട് അവരുടെ കാൽക്കൽ അങ്ങ് വീണേക്ക്. എന്തായാലും ഈ ഐഡിയ അത്ര നല്ലതല്ല ഇളയച്ച, അതൊരിക്കലും നടക്കില്ല എന്ന് ദേഷ്യത്തോട് കൂടിയിട്ട് ശ്രുതി മീരയ്ക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. എനിക്കറിയാം അച്ഛൻ ഈ അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ചോദിക്കുന്നത് ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ അങ്കിള് ബിസി ആയിരിക്കുമല്ലേ, ശരി അങ്കിൾ എന്ന് പറഞ്ഞിട്ട് വേഗം ഫോണൊക്കെ വെക്കുന്നുണ്ട്. ഫോൺ വെച്ചതിന് ശേഷം എന്താണ് ഇളയച്ചൻ പറഞ്ഞെന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുന്നുണ്ട്. ഞാനും ഒരുപാട് ചോദിച്ചു നോക്കി, പക്ഷെ ഈ സമയത്ത് അത്രയും പണം അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നാണ് ഇളയച്ചൻ പറഞ്ഞത്. അപ്പോൾ എത്ര പറ്റും എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ഇല്ല ആന്റി, എന്റെ അച്ഛന്റെ ബാങ്ക് അക്കൗണ്ടും അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഒക്കെ ഫ്രീസ് ആയതുകൊണ്ട് ഇപ്പൊ ഒന്നും പറ്റില്ല എന്നാ പറഞ്ഞത്. അമ്മേ അവരെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ അവർ ചെയ്യും, അവരുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇത് ഒരുപാട് നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, പക്ഷെ ഇതുവരെ ഒന്നും നടന്നില്ലല്ലോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ നീ സംസാരിക്കരുത് അച്ഛ, ഇനി അച്ഛനെ പറയാനുള്ളൂ, അത് അവർക്കും തരാൻ വേണ്ടി പറ്റില്ലെന്ന് പറഞ്ഞു, ഇനി അച്ഛനാണ് മറുപടി പറയേണ്ടത്, ഇതിൽ തീരുമാനം എടുക്കേണ്ടത് ഞാനല്ല, എടുക്കേണ്ടത് നിന്റെ അമ്മയാണെന്ന് പറഞ്ഞിട്ട് രവി അങ്ങ് ഒഴിഞ്ഞു മാറുവാണേ. അമ്മയെന്ന് വിളിച്ചിട്ട് ശ്രുതി അരികിലേക്ക് ചെല്ലുമ്പോൾ വീട് എന്തായാലും വിൽക്കാൻ വേണ്ടി പറ്റില്ല, നിങ്ങൾ മറ്റെന്തെങ്കിലും വഴി നോക്കിക്കൊള്ളാൻ പറഞ്ഞിട്ട് ചന്ദ്ര അവിടുന്ന് കൈയൊഴിഞ്ഞു പോവുകയാണ്. അങ്ങനെ ശ്രുതി ദേഷ്യം പിടിച്ചിട്ട് പോകുമ്പോൾ അതിന്റെ പുറകെ തന്നെ സച്ചിയെ കളിപ്പിലൊരു നോട്ടം നോക്കിയിട്ടാണ് ശ്രുതി അവിടുന്ന് പോകുന്നത്. കാരണം സച്ചിയാണല്ലോ ശ്രുതിക്ക് പണി കൊടുത്തത്. ആ ദേഷ്യത്തില് ശ്രുതിയും അവിടുന്ന് പോയി കഴിഞ്ഞ ശേഷം രേവതിയാണെന്നുണ്ടെങ്കിൽ സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ ശ്രുതി സംസാരിച്ചത് അവളുടെ ഇളയച്ചന്റെ അടുത്ത് തന്നെയാണോ എന്നാണ്. അവൾ അങ്ങനെയല്ലേ പറഞ്ഞത്? സച്ചിയേട്ടാ എനിക്ക് അങ്ങനെ തോന്നിയില്ല. രേവതി നീ അങ്ങനെ പറഞ്ഞത് അവള് ഭയങ്കര ടെൻഷനോട് കൂടിയിട്ടാണ് സംസാരിച്ചത്. അത് മാത്രമല്ല അവളൊരു കാര്യം പറഞ്ഞിട്ട് അതിന് അവള് തന്നെ മറുപടി പറയുന്നത് പോലെ തോന്നി. അങ്ങനെയാണോ നീ പറയുന്നത്? എന്തായാലും രണ്ട് കേടികളും കൂടി ചേർന്നിട്ട് എന്തൊക്കെയോ പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട്. ഒരിക്കലും ഞാൻ അച്ഛനെ കൊണ്ട് വീട് വിൽക്കാൻ വേണ്ടി സമ്മതിക്കില്ല. അത് കഴിഞ്ഞ് രാത്രിയിൽ നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വർഷ അരികിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. നീ എന്താ ശ്രീകാന്ത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വർഷ ചോദിക്കുമ്പോൾ ഞാൻ സുധിയേട്ടനെ കുറിച്ചിട്ടാണ് ആലോചിച്ചത്. സുധിയേട്ടൻ ഒരിക്കലും ഇത്രയും സെൽഫിഷ് ആയിട്ട് ചിന്തിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. അച്ഛൻ്റെ അടുത്ത് വീട് പാർട്ടിഷൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞില്ലേ, എനിക്കും കേട്ടപ്പോൾ ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് തോന്നിയത്.
എന്തായാലും സുധിയേട്ടൻ ഭയങ്കര മണി മൈൻഡഡ് ആയിട്ടുള്ള ഒരാളാണ്. ഇവൻ ചെറുപ്പം മുതലേ ഇങ്ങനെ തന്നെയാണ്. അവന്റെ കാര്യങ്ങൾ മാത്രം നടന്നാൽ മതി. ഇപ്പൊ മനസ്സിലായില്ലേ സച്ചേട്ടൻ എന്തുകൊണ്ടാണ് സുധിയേട്ടനെ അടിക്കുന്നത് എന്നുള്ള കാര്യം. ഇന്നും കിട്ടുമായിരുന്നു, ജസ്റ്റ് മിസ്സായി എന്ന് വർഷ. ശരിക്കും ഞാൻ സച്ചേട്ടനെ കുറിച്ചിട്ട് വേറൊരു ഒപ്പീനിയൻ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് സച്ചേട്ടനെ കുറിച്ച് എനിക്ക് കുറച്ചെങ്കിലും മനസ്സിലായത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സച്ചേട്ടന് കിട്ടിയില്ല. അതുകൊണ്ടാണ് കുറച്ച് റഫായിട്ട് നടക്കുന്നത്. എങ്കിലും സച്ചേട്ടൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അത് നീ പറഞ്ഞത് ശരി തന്നെയാണ്. 2 കാറ് സ്വന്തമായിട്ട് ഇടിച്ച് ഓടിക്കുന്നു. രേവതി ചേച്ചിയാണ് ഈ ഒരു അളവിലേക്ക് സച്ചേട്ടനെ മാറ്റിയെടുത്തത്. അത് ശരിയാണ്. നീയും നിന്റെ പഠിപ്പ് കഴിഞ്ഞതിന് ശേഷം നിനക്ക് പറ്റുന്ന ജോലിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നിന്റെ സുധിയേട്ടൻ മാത്രം എന്താണ് ഇങ്ങനെ? അവര് ഒരുപാട് പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതിനനുസരിച്ചുള്ള സെൻസേ ഇല്ല. ഹോണസ്റ്റ് ആയിട്ട് ഒരു കാര്യം പറയാം, ശ്രുതി ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഏട്ടൻ ഇതുവരെ ഒരു ജോലിക്കും പോവാതെ ചുമ്മാ ചുറ്റി കറങ്ങുമായിരുന്നു. അതുവരെയാണ് അടുത്ത എപ്പിസോഡിന്റെ റിവ്യൂ കാണിക്കുന്നത് കേട്ടോ. അതിനുശേഷമുള്ള എപ്പിസോഡിനകത്ത് നമ്മുടെ നീലിമ വരുന്നുണ്ട് വീണ്ടും നാട്ടിലേക്ക്. സച്ചിയുടെ കാര്യം തന്നെ പോകുന്നത്. സച്ചിയും നീലിമയും കൂടി ചേർന്നിട്ട് ശ്രുതിക്ക് പണി കൊടുക്കുന്നുണ്ട്. സച്ചിയുടെ അടുത്ത് സത്യങ്ങളെല്ലാം നീലിമ തുറന്നു പറയുന്നതായിട്ടുള്ള രംഗങ്ങളൊക്കെയാണ് കേട്ടോ ഇനി വരാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ചന്ദ്രമതിയുടെ പ്രിയപ്പെട്ട മരുമകളെ ആദ്യമായിട്ട് നമ്മുടെ ചന്ദ്ര അടിക്കുകയും ചാവിട്ടി പുറത്താക്കാൻ വേണ്ടിയിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇനി നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന്റെ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന് കമന്റ് ചെയ്യണേ. താങ്ക്